അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ സോഷ്യോളജിയുടെ 29th ചാപ്റ്റർ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ, അതായത് സമൂഹത്തിലെ ഇന്ത്യയിലെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ്, കാര്യമായിട്ട് പഠിക്കാനില്ല. അപ്പൊ നമ്മുടെ പോവേർട്ടി എന്താണെന്നുള്ളത്, എന്താണുള്ളത്, പിന്നെ ഇന്ത്യയിലെ സാക്ഷരത, ലിറ്ററസി റേറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ലിറ്ററസി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നമ്മുടെ സാക്ഷരതയുടെ സിറ്റുവേഷൻ എന്താ എന്നുള്ളത്, സാഹചര്യം എന്താ എന്നുള്ളത്. Literacy is ability to read, write, and understand any language, and literacy is the inability to do so. അപ്പൊ നമ്മുടെ ഏത് ഭാഷയും സംസാരിക്കാനും എഴുതാനും, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതാനും വായിക്കാനും കഴിവുള്ള ആളുകളെയാണ് നമ്മൾ പറയുന്നത് സാക്ഷരരാണ്, ലിറ്ററസിയാണ്, സാക്ഷരത ഉണ്ട് അവർക്കെന്ന് നമ്മൾ പറയാം. ഇല്ലിറ്ററസി ലീഡ്സ് ടു ഇഗ്നോറൻസ്, സൂപ്പർസ്റ്റിഷൻ, ഡിപ്രിവേഷൻ ആൻഡ് ഈവൻ റോങ് തോട്ട് ആൻഡ് ആക്ഷൻ. നിരക്ഷരത എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ എഴുതാനോ വായിക്കാനോ കഴിവില്ലാത്ത അവസ്ഥയാണ് നമ്മൾ നിരക്ഷരത എന്ന് പറയുന്നത്. അത് അന്ധവിശ്വാസങ്ങളിലേക്കും അജ്ഞതയിലേക്കും പിന്നെ ഇല്ലായ്മയിലേക്കും തെറ്റായ കാര്യങ്ങളൊക്കെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യിക്കുന്നതിലേക്കൊക്കെ നയിക്കുന്നത് ഇത്തരത്തില് ഈ ഒരു സാക്ഷരത ഇല്ലാത്തതുകൊണ്ടാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് കണ്ടെത്തൽ. One can learn more about scientific skills and perform his job in a better way. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ലിറ്ററസി ഒക്കെ ആളുകൾക്കുള്ള സാക്ഷരതയൊക്കെ ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ നല്ല ജോബുകൾ, തൊഴിൽ അവസരങ്ങളൊക്കെ അവർക്ക് ലഭിക്കും. As per 2001 census, 65% of Indian are literate with the 76% male literates and 54% female literates. നമ്മുടെ ഇന്ത്യയില് ഈ 2001 സെൻസസ് പ്രകാരം 65% ആളുകളാണ് ലിറ്ററസി റേറ്റിൽ ഉള്ള ലിറ്ററേച്ചർ ആയിട്ടുള്ള ആളുകൾ, അതായത് സാക്ഷരത ഉള്ളത്. അതിൽ തന്നെ 76% പുരുഷന്മാരും 54% സ്ത്രീകളുമാണ്. കേരള is the most literate state while Bihar is the least literate. അപ്പൊ സാക്ഷരതയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്, ഏറ്റവും പുറകിലുള്ളത് ബീഹാർ ആണ്. വരും ചോദിക്കും, ചിലപ്പോൾ നോട്ട് ചെയ്യാം. നിയർലി 1/3 ഓഫ് ഇല്ലിറ്ററേറ്റ് റിസൈഡ് ഇൻ അവർ കൺട്രി. അതുകൊണ്ട് തന്നെ വേൾഡില് 1/3 ഭാഗങ്ങളും അല്ലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ലോകത്തില് 1/3 വിഭാഗക്കാരും ഇന്ത്യയിലാണ്. നിയർലി 50% ചിൽഡ്രൻ ലീവ് സ്കൂൾ ആഫ്റ്റർ എൻറോൾമെന്റ്. അപ്പൊ എൻറോൾമെന്റിന് ശേഷം, അതായത് പേരൊക്കെ, കുട്ടികളുടെ പേരൊക്കെ തലയെണ്ണയിൽ എന്നൊക്കെ പറയില്ലേ, അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളൊക്കെ 50% കുട്ടികളും, ഇന്ത്യയിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളുകളിൽ നിന്നും പിന്മാറുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. ഓൺലി 29% ഓഫ് SC/ST ചിൽഡ്രൻ ആർ എൻറോൾഡ് ഇൻ സ്കൂൾ. അതിൽ തന്നെ 29% SC/ST കുട്ടികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, സ്കൂളുകളിൽ വരുന്നുള്ളൂ. ബാക്കി കുട്ടികൾ അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, സ്കൂളുകളിലൊന്നും വരുന്നില്ല, വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല. പിന്നെ പറയുന്നത് പോവേർട്ടി, high population census and improper implement growth, lack of awareness and improper implementation of educational development program are responsible for illiteracy. ദാരിദ്ര്യം അല്ലെ, ദാരിദ്ര്യം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ജനസംഖ്യ വർധനവ്. പിന്നെ ലാക്ക് ഓഫ് അവയർനെസ്, അതായത് അതിനെ പറ്റിയിട്ടല്ലേ ആ ഒരു അവബോധമില്ലായ്മ, വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് ഒന്നും ഒരു അവബോധമില്ലായ്മ. ഇംപ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് വിദ്യാഭ്യാസ വികസന പരിപാടിയുടെ അനുചിതമായ നടത്തിപ്പ് എന്നിവയ്ക്കാണ് നിരക്ഷരതയ്ക്കുള്ള ഒരു വലിയ കാരണമായിട്ട് പറയുന്നത്. Education policies had been formulated in our country in the years of 1986 and 1991. അപ്പൊ 1960, 1986, 1991 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൺട്രിയിലൊക്കെ എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ ഒരുപാട് തുടങ്ങിയിട്ടുള്ളത്.
In 1992, a new education policy was launched and ensured free and compulsory education for children under the age of 40. അങ്ങനെ 1992 ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമൊക്കെ നൽകുന്നത്. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, മിഡ് ഡേ മീൽസ്, സർവശിക്ഷ അഭിയാൻ ആദ്യ all programs which were formulated for the improvement. അപ്പോൾ അതുപോലെ തന്നെ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടികൾ, പിന്നെ നമ്മുടെ ഉച്ചഭക്ഷണ രീതി, സർവശിക്ഷ അഭിയാൻ പോലുള്ള പരിപാടികളൊക്കെ ഇത്തരത്തിലെ കുട്ടികളിലേക്ക് സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നടത്തുന്ന പരിപാടികളാണ്. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി സാക്ഷരത ഒന്നും കൂടി ഉയർത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സാക്ഷരത സാഹചര്യം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഇത്ര പറഞ്ഞ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയും മലയാളത്തിൽ. എന്നുവെച്ചാൽ പോപ്പുലേഷന്റെ ആ ഒരു വളർച്ച, അത് പെട്ടെന്നുള്ള ആ ഒരു വളർച്ച, ഓക്കെ, അത് തന്നെയാണ് നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വിസ്ഫോടനം എന്നൊക്കെ പറയുന്നത്. സ്ഫോടനമൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമാണല്ലോ അല്ലെ സ്ഫോടനം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് എ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. പെട്ടെന്നുള്ള ഒരു മാറ്റമാണ്, ഉയർച്ചയാണ് പോപ്പുലേഷൻ, ജനസംഖ്യയിൽ വരുന്ന ഒരു മാറ്റം. ഇറ്റ് റിവീൽസ് ആൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദി ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് ബേസിക്കലി ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. അപ്പൊ ജനമരണ നിരക്കിന്റെ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ പോപ്പുലേഷൻ റേറ്റ് അല്ലെ, അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. എക്സ്പേർട്സ് സേ ദാറ്റ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് എ ട്രാൻസിസ്റ്ററി പ്രോസസ്. അപ്പൊ അത് നമ്മുടെ ഇവരൊക്കെ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് എന്താണ്, അതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. എവറി കൺട്രി പാസസ് ത്രൂ 3 stages ഓഫ് പോപ്പുലേഷൻ ട്രാൻസിഷൻ. ഇപ്പൊ ഈ ഒരു പോപ്പുലേഷൻ ട്രാൻസിഷനിന്റെ പോപ്പുലേഷന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ലോകത്ത് തന്നെ 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. ദി ഫസ്റ്റ് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബോത്ത് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഉയർന്ന ജനന മരണ നിരക്കാണ്. ദിസ് പോപ്പുലേഷൻ റിമെയിൻസ് മോർ ഓർ ലെസ് സ്റ്റേബിൾ. അത് ചിലപ്പോൾ കുറയാം അല്ലെങ്കിൽ കൂടാം അല്ലെങ്കിൽ എന്ത് ചെയ്യും, തുല്യമായിട്ട് നിലനിൽക്കാം. ദി സെക്കൻഡ് സ്റ്റേജ് ബീയിങ് വിത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റി. രണ്ടാമതായിട്ട് പറയുന്നത് വ്യാവസായികവൽക്കരണവും പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസും ആണ്. ആസ് എ റിസൾട്ട് ദർ ഈസ് ചെക്ക് ഓൺ ദി ഡെത്ത് റേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് അല്ലെ, ഡെത്ത് റേറ്റ് ഒക്കെ അതിന്റെ ഡെത്ത് റേറ്റ് ഒക്കെ കുറക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കാരണം. ബർത്ത് റേറ്റ് റിമെയിൻസ് ഹൈ ഡ്യൂ ടു ഇല്ലിറ്ററസി എമംഗ് ദി പീപ്പിൾ. അപ്പൊ നിരക്ഷരരായ ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബർത്ത് റേറ്റ് ഒക്കെ ഹൈ ആവുന്നുണ്ട്, ഉയരുന്നുണ്ട്. ഓക്കെ, ദിസ് ട്രെൻഡ് റിസൾട്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് ജനസംഖ്യ വിസ്ഫോടനം. ഇപ്പൊ മരണനിരക്ക് കുറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെ. പക്ഷെ നിരക്ഷരരായ ആളുകൾക്കിടയിൽ ബർത്ത് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അല്ലെ, ഡെത്ത് റേറ്റ് കുറയും ബർത്ത് റേറ്റ് കൂടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനമാണ് സംഭവിക്കുന്നത്. The third stage, birth rate declines significantly due to education and adoption of birth control method. മൂന്നാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ, തേർഡ് സ്റ്റേജിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബർത്ത് റേറ്റ് ഒക്കെ കുറക്കാനായിട്ട് കഴിയുന്നുണ്ട് എഡ്യൂക്കേഷൻ വഴിയൊക്കെ അല്ലെ. പിന്നെ അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ ചെയ്യുന്ന രീതികളിലൂടെയൊക്കെ, ജനത്തെ കൺട്രോൾ അല്ലെ, അതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗർഭനിരോധന പരിപാടികൾ അതുപോലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ബർത്ത് റേറ്റ് കുറക്കാനായിട്ട് മൂന്നാമത്തെ സ്റ്റേജിൽ സാധിക്കുന്നുണ്ട്. ദിസ് പുട്സ് എ ചെക്ക് ഓൺ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഓക്കെ, നമുക്ക് പോപ്പുലേഷൻ ജനസംഖ്യ വിസ്ഫോടനം എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ് അവർ കൺട്രീസ് ഫേസിങ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ജനസംഖ്യ വിസ്ഫോടനം തന്നെയാണ്, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെയാണ്. The rate of 31 babies every minute an alarming rate.
അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റിന് 31 ബേബീസിന്റെ ജനനം അവിടെ സംഭവിക്കുന്നുണ്ട്. അത് വല്ലാത്ത തന്നെയാണ്, അലായം റേറ്റ് തന്നെയാണ്. ദി ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് 2.0 പെർ ആനം. ഇപ്പൊ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 2 ആനും അല്ലെ, നമ്മുടെ ഇയർലി എന്ത് ചെയ്യുന്നുണ്ട്, വാർഷികത്തിൽ തന്നെ 2% ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. ഇന്ത്യസ് പോപ്പുലേഷൻ ഹാസ് ഇൻക്രീസ്ഡ് റാപ്പിഡ്ലി ഇൻ ദി 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇപ്പൊ 3 സ്റ്റേജസിന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ അല്ലെ, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിന്റെ ആ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, മെഡിക്കൽ ഫെസിലിറ്റീസ്, അതുകൊണ്ട് ഡെത്ത് റേറ്റ് കുറയുന്നുണ്ട്, ബർത്ത് റേറ്റ് ഇല്ലിറ്ററസി കാരണം കൂടുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, എഡ്യൂക്കേഷനും ഒക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബർത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സോഷ്യോ എക്കോണമിക് പ്രോബ്ലംസ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പൊ എന്തൊക്കെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ജനസംഖ്യ വിസ്ഫോടനം കാരണം സംഭവിക്കുന്നത്? ലാക്ക് ഓഫ് ഷെൽട്ടർ ആൻഡ് ലാൻഡ് ലേർഡ്നെസ്, അതായത് പാർപ്പിടത്തിന്റെ അഭാവവും ഭൂരഹിതത്വവും. അപ്പൊ എന്താണ്, ആളുകൾക്ക് ഭൂമിയൊന്നുമില്ലല്ലോ, ഒരുപാട് ജനസംഖ്യ കൂടുമ്പോൾ ആളുകളൊക്കെ തിങ്ങി പാർക്കുമ്പോൾ ആളുകൾക്ക് പാർപ്പിട സൗകര്യം ഇല്ല അല്ലെ, സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട്, പോവേർട്ടി ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട്, ഇല്ലിറ്ററസി നിരക്ഷരത അല്ലെ ഉണ്ടാവുന്നുണ്ട്, മാൽ ന്യൂട്രീഷൻ ആൻഡ് അണ്ടർ ന്യൂറിഷ്മെന്റ്, അതായത് പോഷകാഹാര കുറവും അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകളൊക്കെ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെ പോയി പണിയെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ തൊഴിലില്ലായ്മ തന്നെയാണ്. പിന്നെ പറയുന്നത് ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെ, താഴ്ന്ന ജീവിത നിലവാര രീതിയായിരിക്കും ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഏരിയാസിൽ അല്ലെ, അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തില് വളരെ ഒരു താഴ്ന്ന രീതിയിലുള്ള ജീവിത നിലവാരമായിരിക്കും. പിന്നെ ഇൻസഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും എത്തിക്കാനും ആർക്ക് കഴിയുന്നു, നമ്മുടെ ഗവൺമെന്റിന് ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല, കാരണം പോപ്പുലേഷനൊക്കെ ഹൈ ആയതുകൊണ്ട്. ഓവർ ഗ്രോയിങ് മൈഗ്രേഷൻ ആൻഡ് ക്രൈംസ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്കൊക്കെ പോവേർട്ടി ദാരിദ്ര്യമൊക്കെ കാരണം ആളുകൾക്ക് പട്ടിണി ഇറക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രൈംസ് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പണമൊക്കെ കണ്ടെത്തി അല്ലെ അവർ ജീവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രൈംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കാരണമാണ്. അപ്പൊ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യാം. അടുത്തതായിട്ട് പറയുന്നത് കറപ്ഷൻ, അതായത് അഴിമതി. ഓക്കെ, അഴിമതി എന്താന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. കറപ്ഷൻ ഈസ് ആൻ ആക്ട് ബൈ സമ്മൺ ഹു ഈസ് റെഡി to do dishonest and illegal things in return of money or for something else they want, or behave in a way what is considered morally wrong. അപ്പൊ പണത്തിന് പകരം സത്യസന്ധമല്ലാത്തതും നിയമവിരുദ്ധവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നതിനാണ് നമ്മൾ അഴിമതി എന്ന് പറയുന്നത്. കറപ്ഷൻ ഇൻ അവർ കൺട്രി ഈസ് ഓൾ pervasive and omnipresent. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് സർവ്വവ്യാപകമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കറപ്ഷൻ ഈസ് പ്രസന്റ് ഇൻ നൗ ഓൾ വർക്ക്സ് ഇൻ ലൈഫ് അല്ലെ, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എന്തുണ്ട്, ഇന്ന് അഴിമതി ഉണ്ട് അല്ലെ. നമുക്ക് എക്സാമ്പിൾസ് നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. മാനിഫെസ്റ്റേഷൻ ഓഫ് കറപ്ഷൻ, അടുത്തതായിട്ട് പറയുന്നത് അഴിമതിയുടെ ആവിർഭാവം എങ്ങനെയാണ്? ദി പ്രാക്ടീസ് ഓഫ് നെപ്പോട്ടിസം, ഫേവറിറ്റിസം, ഡൗറി, ഡിഷോണസ്റ്റി, ഇമ്മോറാലിറ്റി ആൻഡ് ഫോയിറ്റിസൈഡ് ആർ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ കറപ്ഷൻ. ഇപ്പോൾ സ്വജന പക്ഷപാതം അല്ലെങ്കിൽ പക്ഷപാതം അല്ലെ, ഫേവറിറ്റിസം, ഏതെങ്കിലും ഒരു വിഭാഗക്കാരെ മാത്രം അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ പിന്നെ വരുന്നത് ഡൗറി അല്ലെ, സ്ത്രീധനം, പിന്നെ ഡിഷോണറ്റ് സത്യസന്ധത ഇല്ലായ്മ, പിന്നെ അധാർമികത, പിന്നെ ഭ്രൂണഹത്യ അല്ലെ, ഫോയിറ്റിസൈഡ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനു ഉദാഹരണമാണ്, അഴിമതിക്ക് ഉദാഹരണമായിട്ട് പറയാം. ടേക്കിംഗ് ബ്രീപ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഡൂയിങ് സംതിങ്, ഗിവിംഗ് അഡ്മിഷൻ ആഫ്റ്റർ റിസീവിംഗ് മണി. അപ്പൊ നമുക്ക് കോളേജിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അഡ്മിഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പണം കൊടുത്ത ശേഷം അഡ്മിഷൻ എടുക്കുന്നതൊക്കെ ഒരു തരം അഴിമതിയാണ്. പിന്നെ സ്മഗ്ലിംഗ് അല്ലെ, സ്മഗ്ലിംഗ് അഴിമതി തന്നെയാണ്. ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലെ, കരിഞ്ചന്ത, ഫുഡ് അഡൾട്ടറേഷൻ, അതുപോലെ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ മായം ചേർക്കുന്നത്, റേസിംഗ് ഫണ്ട് ഇൻ നെയിം ഓഫ് ബിൽഡിംഗ് റിലീജിയസ് സെന്റേഴ്സ്
റിവീൽസ് ഫ്രം ഓഫ് കറപ്ഷൻ. അതുപോലെ തന്നെ മതപരമായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫണ്ടൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്നത് എല്ലാം എന്താണ്, അഴിമതിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി കോസസ് ഓഫ് കറപ്ഷൻ. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഈ ഒരു അഴിമതിയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്? മേക്ക് ഇല്ലീഗൽ തിങ്സ് ലീഗൽ ഓൺ ദി ബേസിസ് ഓഫ് ബ്രൈബ് ഓർ കമ്മീഷൻ. അപ്പൊ കൈക്കൂലിയോ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ വിധേയമാക്കുന്ന രീതിയാണ് അല്ലെ, അതൊരു കാരണമാണ്. പിന്നെ അക്വയർ മോർ വെൽത്ത് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്, കൂടുതൽ സമ്പത്തും പിന്നെ ഉപഭോക്തൃ വസ്തുക്കളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഹൈ ആസ്പിറേഷൻ ഫ്രം ജോബിലൊക്കെ ഉയർന്ന പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ഉയർന്ന ആളുകളൊക്കെ പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥയൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇവർക്ക് അനുസരിക്കേണ്ടതായിട്ട് വരും, ഇവർക്ക് പ്രൊമോഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. പിന്നെ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പൈസയൊക്കെ ചെലവാക്കുന്നുണ്ട്. ടു പേ ഡൗറി കൊടുക്കുന്നത്. സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി, അപ്പൊ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കുറച്ച് അനീതികൾ, ഇതെല്ലാം എന്താണ്, അഴിമതിയുടെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ടു എറക്ട് മോഡേൺ ആൻഡ് ബ്യൂട്ടിഫുൾ ഹൗസ്. അപ്പൊ എന്തായാലും ഒരു മോഡേൺ അടിപൊളി വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടില്ല, ഉയർന്ന സുഖ സൗകര്യങ്ങളോട് കൂടിയ ജീവിത രീതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ അഴിമതികളും കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നുണ്ട്. ടു ഗെറ്റ് റിക്വയർഡ് നമ്പർ ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് ആൻഡ് റണ്ണിങ് ഗവൺമെന്റ്. ചില പാർട്ടികളൊക്കെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഗവൺമെന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള അഴിമതികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടു കളക്ട് മണി ഫോർ ഫൈറ്റിംഗ് ഇലക്ഷൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല പാർട്ടികളും പണം പിരിക്കുന്നുണ്ട്. അതും എന്താണ്, ഒരു തരത്തിൽ അഴിമതി തന്നെയാണ്. ഇത്രയാണ് അഴിമതിയുടെ കാരണങ്ങളായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നതാണ് പോവേർട്ടി, അതായത് ദാരിദ്ര്യം എന്താ എന്നുള്ളത്. പോവേർട്ടി ഈസ് ദി കണ്ടീഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ വിച്ച് ഹിസ് ഇൻകം ഈസ് ടു ലോ ദാറ്റ് ഹി ഈസ് അണേബിൾ ടു ഫീഡ് ഓർ പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി മെമ്പർ. അപ്പൊ തനിക്കും കുടുംബാംഗങ്ങൾക്കും ഭക്ഷണം നൽകാനോ പാർപ്പിടം നൽകാനോ കഴിയാത്ത വിധം വരുമാനം വളരെ കുറവുള്ള ഒരു വ്യക്തിയെ നമുക്ക് ദരിദ്രൻ എന്ന് വിളിക്കാം. ദോസ് ഹു ഡു നോട്ട് ഹാവ് സച്ച് ഇൻകം ആർ കോൾഡ് പുവർ അല്ലെ. അപ്പൊ എന്തായിരിക്കും അവരുടെ ഇൻകം എന്ന് പറയുന്നത്, ഒരു ഇൻകം ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ വരുമാനം ഇല്ലാത്ത ഒരു അവസ്ഥ, അവരെയാണ് നമ്മൾ ദരിദ്രർ എന്ന് പറയുന്നത്. ഹ്യൂമൻ പോവേർട്ടി ക്യാൻ ബി മെഷേർഡ് ഓൺ 3 elements ഓഫ് ഹ്യൂമൻ ലൈഫ്: കമ്മ്യൂണിറ്റി, നോളജ് ആൻഡ് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് മനുഷ്യന്റെ ദാരിദ്ര്യം അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ദീർഘായുസ്, അറിവ്, മാന്യമായ ജീവിത രീതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ദരിദ്രരാണോ അല്ലെങ്കിൽ ദരിദ്രരല്ലേ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദസ് ഹ്യൂമൻ പോവേർട്ടി ഈസ് ഡിനൈഡ് ടു ടോളറബിൾ ലൈഫ്. അപ്പൊ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്? സഹിക്കാവുന്ന ജീവിതത്തിലെ നിഷേധമായ ഒരു അവസ്ഥയാണ്. ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആർക്കും വരാതിരിക്കട്ടെ അല്ലെ, തന്നെ പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണ് പോവേർട്ടിയുടെ കാരണങ്ങൾ? കോസസ് ഓഫ് പോവേർട്ടി. സോഷ്യൽ കോസസ്, അതായത് സാമൂഹിക കാരണങ്ങൾ. ഇൻ അവർ സൊസൈറ്റി ഷെഡ്യൂൾഡ് കാസ്റ്റ് occupied lowest position and did not have any position of properties. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതായത് പട്ടികജാതി വർഗക്കാർക്കിടയിലാണ് എന്തുള്ളത്, ഇത്തരത്തിലുള്ള പോവേർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നും ഇല്ല, സ്വത്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ജനറേഷൻ ഇറ്റ് മേഡ് ദം റിമെയിൻ പുവർ ഫോർ ജനറേഷൻ ആൻഡ് സെഞ്ചുറീസ്. അപ്പൊ ഏതൊരു ജനറേഷനും കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ദരിദ്രരായി തന്നെ തുടരുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് പീപ്പിൾ ഷെൽ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് വെൽത്ത് ടു ഡു റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഇത് എന്നൊക്കെ പറയുന്നത് റിലീജിയസിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് പണം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും എന്തിനു കാരണമുണ്ട്? പോവേർട്ടിയിലേക്ക് പല ആളുകളെയും എത്തിക്കുന്നുണ്ട്. അപ്പൊ അതും സോഷ്യൽ കോസസിൽ നമുക്ക് പറയാം. അടുത്തത് എക്കോണമിക് കോസസ്, സാമ്പത്തിക കാരണങ്ങൾ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, അൺഎംപ്ലോയ്മെന്റ്, ലോ വേജസ് ആൻഡ് ഇൻഡെബിറ്റൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ പോവേർട്ടി. ഇവിടെ പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ലാൻഡിന്റെ, അതായത് ഭൂമിയുടെ അസമമായ വിതരണം, തൊഴിലില്ലായ്മ,
പിന്നെ വളരെ കുറഞ്ഞ വേതനം, കടബാധ്യത, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പോവർട്ടിയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങളായിട്ട്, സാമ്പത്തിക കാരണങ്ങളായിട്ട് പറയുന്നത്. നമ്പർ ഓഫ് ഫാമിലി ഈസ് ലാൻഡ്ലെസ് ആൻഡ് ഡിപ്പെൻഡ് അതർ ഫോർ എ ലിവിങ് ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് ടേക്ക് ലോൺസ് ആൻഡ് ഹൈ ഇൻട്രസ്റ്റ്. ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയും കാര്യങ്ങളും ഇല്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും. ലോൺ എടുത്തില്ലേ, ഹൈ ഇൻട്രസ്റ്റോട് കൂടിയ ലോണൊക്കെ എടുത്തിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അത് അവരൊക്കെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള പോവേർട്ടിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് അവരെ നയിക്കുന്നത്. അടുത്ത വരുന്നത് പൊളിറ്റിക്കൽ കോസസ്. പാസ്റ്റർ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പോവേർട്ടി. ഇപ്പോൾ പൊളിറ്റിക്കൽ കോസസിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് തെറ്റായ നയങ്ങൾ അല്ലെ, നമ്മുടെ ഇന്ത്യയിലൊക്കെ നടപ്പാക്കിയിട്ടില്ല പല തെറ്റായ നയങ്ങൾ കാരണം പല ആളുകളെയും ദാരിദ്ര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. When our market was open to foreign nations, the indigenous craft and small-scale industries lost their, which resulted in increasing poverty in the middle-class society. ഇപ്പൊ വിദേശ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, ഇന്ത്യ വിദേശ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ മധ്യവർഗക്കാർക്കിടയിലായിരുന്നു ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നത് അല്ലെ. അവർക്ക് എന്താ ചെയ്യുക, അവർക്ക് ആ ഒരു പ്രാധാന്യം അവിടെ കുറയുകയാണ് ചെയ്തത്. അപ്പൊ അവരത് പോവേർട്ടിയിലേക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മൈഗ്രേഷൻ ഓഫ് റൂറൽ ടു അർബൻ ഏരിയാസ് ക്രിയേറ്റഡ് ടു റൈസ് ഇൻ ദി പോവേർട്ടി ഓഫ് അർബൻ ഏരിയാസ്. പിന്നെ മറ്റൊന്ന് വരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന്റെ വഴി വ്യവസായങ്ങളും ഫാക്ടറീസും ഒക്കെ നഗരപ്രദേശങ്ങളിലായപ്പോൾ ആളുകളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള ഒരു ജനസംഖ്യ അല്ലെ, ജനസംഖ്യയുടെ ആ ഒരു വിതരണം കാരണം അല്ലെങ്കിൽ ആ ഒരു ജനസംഖ്യ വിസ്ഫോടനം കാരണം എന്ന് സംഭവിച്ചിട്ടുണ്ട്. അവിടെ കുറെ ആളുകൾക്ക് ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാനായിട്ട് കാരണമായിട്ടുണ്ട്. പിന്നെ റിലീജിയസ് കോസസ് ആയിട്ട് പറയുന്നത് മതപരമായ കാരണങ്ങൾ. പീപ്പിൾ സ്പെൻഡ് ഗുഡ് എമൗണ്ട് ഓഫ് മണി ഇൻ ഇന്ത്യ ഓൺ പെർഫോമിംഗ് റിലീജിയസ് റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. അപ്പൊ ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് മണിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു കാരണമാണ്. സിൻസ് ദി പുവർ ബിലീവ് മോർ സ്ട്രിക്ട്ലി ഇൻ ഗോഡ് ആൻഡ് stick to do all rituals for him. They and lend money from the lenders to do it and pay the loans, which again make them poor. അപ്പൊ പുവർ ആണെങ്കിലും ദരിദ്രത്തിന്റെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവരും ദൈവം അല്ലെ, ദൈവത്തിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പണം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും അവരെ ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. നാച്ചുറൽ കോസസ്, പ്രകൃതിദത്ത കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നാച്ചുറൽ കാലമിറ്റീസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ക്രിയേറ്റ് ഹ്യൂജ് ഡിസ്ട്രക്ഷൻസ് ടു ദി അഗ്രികൾച്ചർ ഓഫ് ദി പീപ്പിൾ ആൻഡ് ദിസ് പുൾ ദം ഇൻടു മോർ പോവർട്ടി. പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷിയൊക്കെ അല്ലെ, അവരുടെയൊക്കെ കൃഷിയൊക്കെ നശിച്ചു. നമുക്ക് ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അത് എന്ത് ചെയ്യുന്നുണ്ട്, അവര് പോവർട്ടിയിലേക്കൊക്കെ നയിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ പോലുള്ള പ്രകൃതി കാരണങ്ങൾ ആയിട്ട് പറയുന്നത് ഫിസിക്കൽ കോസസ്. അതായത് ശാരീരിക കാരണങ്ങൾ. ഫിസിക്കൽ കോസസ് ലൈക്ക് ഡിസീസസ്, ഡിസബിലിറ്റീസ്, ആൽക്കഹോളിസം ആൻഡ് മെന്റൽ ഇൽനസ് ക്രിയേറ്റ് പോവർട്ടി ഇൻ ദി സൊസൈറ്റി. രോഗങ്ങൾ, വൈകല്യങ്ങൾ, മദ്യപാനം അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ, മാനസിക രോഗങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ പോവർട്ടിയിലേക്ക് അല്ലെ, അവർക്ക് കാരണം ജോലിയും കാര്യങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥ, അതുകൊണ്ട് അവരത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ദിസ് ലീഡ്സ് ടു പേഴ്സണൽ പോവർട്ടി ബട്ട് അൾട്ടിമേറ്റ്ലി റീച്ചസ് ഇൻ ദി സോഷ്യൽ പോവർട്ടി. അപ്പൊ അത് ഒരു പേഴ്സണൽ പോവർട്ടി മാത്രമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതും സാമൂഹിക ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നുണ്ട്. ഇല്ലിറ്ററസി, നിരക്ഷരത. ഇല്ലിറ്ററസി ലീഡ് ടു അൺഎംപ്ലോയ്മെന്റ് വിച്ച് റിസൾട്ട് ഇൻ പോവർട്ടി അല്ലെ. നിരക്ഷരരായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, തൊഴിലൊന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് തൊഴിലില്ലായ്മ കാരണം അവർ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനം. ഇറ്റ് ലീഡ്സ് ടു എറ്റേണൽ ഡിവിഷൻ ഓഫ് പോവർട്ടി ആൻഡ് അൾട്ടിമേറ്റ്ലി കോസസ് ലാൻഡ്ലെസ്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ജനസംഖ്യ വിസ്ഫോടനം എന്ത് ചെയ്യുന്നുണ്ട്, ദാരിദ്ര്യത്തിലേക്കാണ് ആളുകളെ നയിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.